സത്യത്തെ ഞാൻ ഭാഗ്യം ചെയ്തവനാ. നിന്നെ പോലെ സുന്ദരിയായ പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടിയല്ലോ. ദേ നീ നോക്ക്, ഇതും എൻ്റെ പപ്പായ കാരണമല്ലേ. അന്നൊരു പക്ഷേ ശങ്കരങ്ങളുടെ കടയിൽ വെച്ച് നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും സുന്ദരിയായ ഭാര്യയെ കിട്ടാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ എല്ലാ ക്രെഡിറ്റും അച്ഛന് തന്നെ കൊടുക്കുവോ? അഥവാ ഞാനന്ന് ശങ്കർ ചെറിയച്ഛന്റെ കടയിലേക്ക് പോയിരുന്നില്ലെങ്കിലോ അച്ഛൻ എന്നെ കാണത്തൂല്ല, നമ്മുടെ കല്യാണം നടക്കുകയില്ല. അത് സത്യം. ആ പിന്നെ എനിക്ക് ചണ്ഡീഗഡ് കാണണം. എന്നെ എപ്പോഴാ കൊണ്ടുപോവാ? കവിത, ഇപ്പൊ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ദേ നോക്ക്, ഇപ്പൊ അമിത്തിന്റെ പഠിപ്പിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒരു നഗരത്തിൽ പോയി പുതിയ വീടൊക്കെ സെറ്റാക്കാൻ ഭയങ്കര പാടാ മോളെ. പക്ഷെ ഇന്ന് ഞാൻ നിനക്ക് വാക്ക് തരിക, എത്രയും പെട്ടെന്ന് ഞാൻ നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകും. ഹലോ, ആ അമിത സംസാരിക്കുന്ന അങ്കിൾ. ആ സുഖം തന്നെ അങ്കിൾ. അവിടെ എല്ലാവർക്കും സുഖമല്ലേ? ആ അച്ഛനും സുഖം അങ്കിൾ. ആ ഞാൻ ചേട്ടനെ വിളിക്കാം. ചേട്ടാ, ചേട്ടാ അറോറ അങ്കിളാ വിളിക്കുന്നത്. അതാ വരുന്നു. പറഞ്ഞോളൂ സാറേ. അതെ അതെ, ഞാൻ ഇന്ന് തന്നെ ചണ്ഡീഗഡിലേക്ക് പുറപ്പെട്ടോളാം. അത് നിങ്ങൾ വിഷമിക്കണ്ട. ഖന്ന സാറിന്റെ വണ്ടി കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്ത് കൊടുത്തിരിക്കും. സാറ് വിഷമിക്കാതിരിക്കുക. ആ ശരി സാറേ. എന്ത് പറ്റി മോനെ? സാർ എന്താ പറഞ്ഞത്? അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് തന്നെ പുറപ്പെടേണ്ടി വരും. ഖന്ന സാറിന്റെ വണ്ടി വന്നിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും പഴയ വലിയ കസ്റ്റമറാ. സർവീസ് ചെയ്ത് സമയത്ത് തന്നെ കൊടുക്കണം വണ്ടി. കവിത, നീ എന്തിനാ മോളെ ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുന്നത്? എനിക്കെങ്ങനെ ജോലി ശ്രദ്ധിക്കാൻ പറ്റും? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 ദിവസമേ ആയുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ പോവാണോ? നിങ്ങളില്ലാതെ ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കും? എനിക്ക് എത്ര വിഷമാവുന്നുണ്ടെന്നറിയോ? സോറി ചേട്ടാ, അത് ആ റിക്ഷ വന്നോ? പുറത്ത് വെയിറ്റ് ചെയ്യാണ്. നീ അങ്ങോട്ട് പോക്കോ, ഞാൻ വന്നേക്കാം. ശരി ചേട്ടാ. മനസ്സിലാക്കും മോളെ, ഞാൻ ഇറങ്ങട്ടെ. വാ. കൊള്ളാം മോളെ, കൊള്ളാം. ഇതിനെന്തൊരു ടേസ്റ്റാണ്. നിന്റെ കൈക്ക് നല്ല മാജിക് ഉണ്ടല്ലോ. രാകേഷ് ഭയങ്കര ഭാഗ്യവാനാ. എല്ലാ സൗഭാഗ്യങ്ങളും കൂടി ഒരുമിച്ച് കിട്ടിയില്ലേ? കുറച്ചൊരു ഇടട്ടെ അച്ഛാ? വേണ്ട വേണ്ട മോളെ, എന്റെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. അമിത്, നിനക്ക് കുറച്ചുകൂടി തരട്ടെ? അമിത്, തരട്ടെ? അതെ. ഇത്രയും ശ്രദ്ധ പഠിത്തത്തിൽ ഉണ്ടാവണം. കുഴപ്പമില്ലല്ലോ. അച്ഛാ, വെള്ളം കുടിക്ക്. അമിത്, അമിത്. അച്ഛാ ഒരു മിനിറ്റ്. അച്ഛാ, കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എനിക്കിത് കാണാൻ പറ്റുന്നില്ല. എന്റെ കണ്ണിന് കാറ്റ് പോയി. ഡോക്ടർ സർ, എന്താണ് എനിക്കൊന്നും കാണാൻ പറ്റാത്തത്? ലഹൻലാൽ സാറേ, നിങ്ങൾക്ക് MRIയും VP ടെസ്റ്റും നടത്തണം. ഒരുപക്ഷെ നെറ്റിയിൽ അടികൊണ്ടത് കാരണമായിരിക്കാം നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്.
VB ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ കണ്ണിന് എത്ര % കാഴ്ചശക്തി ഉണ്ടെന്ന് നോക്കാം. ഡോക്ടർ സാർ, ഇതിനൊക്കെ എന്ത് കാശ് ചെലവാകും? ഏതാണ്ട് ഒരു 10 to 15,000 ആവും. ചിലപ്പോൾ വേറെയും ചില ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അതിന് കുറച്ചുകൂടെ കാശാവും. ഡോക്ടർ, അങ്ങേക്ക് കാര്യമെല്ലാം അറിയാലോ. എന്റെ സാമ്പത്തിക അവസ്ഥ അത്ര മെച്ചമല്ല. തൽക്കാലത്തേക്ക് കുറച്ച് മരുന്ന് തരൂ ഡോക്ടർ സാർ. ആ മരുന്ന് കഴിച്ച് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ടെസ്റ്റൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ എടുത്തോളാം. നോക്കൂ ലഗൻലാൽ സാർ, ടെസ്റ്റുകളൊന്നും നടത്താതെ മരുന്ന് എഴുതി കൊടുക്കാൻ പാടില്ല. പിന്നീട് ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഹലോ ഹലോ രാകേഷ്, ഇന്ന് അച്ഛൻ സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണു. എങ്ങനെ? ഡോക്ടർ വന്നിപ്പോ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. അച്ഛന്റെ നെറ്റിയിൽ നല്ല പരിക്കുണ്ട്. അച്ഛന് കണ്ണും കാണുന്നില്ല. കവിത, തൽക്കാലം അച്ഛനെ നീ നോക്ക്. ഞാൻ സേഠിയോട് സംസാരിച്ചിട്ട് ഇന്ന് തന്നെ അങ്ങോട്ട് എത്തിയേക്കാം. ശരി, നിങ്ങൾ വേഗം വന്നേക്ക്. അച്ഛാ, ഞാൻ പറയുന്ന കേക്കച്ചാ. അച്ഛൻ എൻ്റെ കൂടെ ഇപ്പം തന്നെ ചണ്ഡീഗഡിലോട്ട് വാ. ഞാൻ എല്ലാ ചെക്കപ്പും അവിടെ ചെയ്യിക്കാം. കാശിനെ കുറിച്ച് ആലോചിച്ച് അച്ഛൻ വിഷമിക്കണ്ട. ഞാൻ ഇപ്പം തന്നെ അറോറ സാറിനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിയേക്കാം. അതെ അച്ഛാ, ഏട്ടൻ പറയുന്നത് ശരിയാ. പക്ഷെ മോനെ, ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ എഴുതി തന്നു. ഞാൻ കുറച്ച് ദിവസം അതൊന്ന് കഴിച്ചു നോക്കട്ടെ. ആ മരുന്ന് കൊണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിന്റെ കൂടെ ചണ്ഡീഗഡിലേക്ക് വരാം. എന്തിനാ അച്ഛൻ വാശി പിടിക്കുന്നേ? അച്ഛൻ ഏട്ടന്റെ കൂടെ പോകുന്നതാ നല്ലത്. അതെ മോളെ, ഇപ്പൊ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുക. പക്ഷേ എന്റെ കണ്ണുകളായിട്ട് നിങ്ങളൊക്കെ ഇപ്പൊ എന്റെ കൂടെയില്ലേ. എന്നെ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ നടക്കും. ഓക്കെ അച്ഛാ. അച്ഛൻ്റെ ആഗ്രഹം അതാണെങ്കിൽ, പക്ഷെ അച്ഛൻ എനിക്കൊരു വാക്ക് തരണം. എല്ലാ മരുന്നും അച്ഛൻ സമയത്ത് കഴിച്ചോളാം. തീർച്ചയായും. വന്നപ്പോ മുതൽ അച്ഛന്റെ പുറകെയാണല്ലോ. എന്നെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതെന്താ നിനക്ക് അങ്ങനെ തോന്നിയേ? ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന്. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ 3-4 ദിവസം കൂടി ഇവിടെ നിന്നേനെ. ഹേയ് കവിത, എനിക്കിപ്പോ പോവാൻ സമയമായി. ഈ പരിപാടിയൊക്കെ പിന്നീട് ഒരിക്കലായാലോ? നോക്കുമോളെ, ഞാൻ ഗ്യാരേജിൽ പറഞ്ഞിട്ട് വന്നയാ. അച്ഛനെ കണ്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു വന്നോളാന്ന്. പ്ലീസ് ഇങ്ങനെ പിടിച്ചു വെക്കല്ലേ. എന്റെ ബസ്സിന് സമയമായി മോളെ. ഇല്ല, ഞാൻ നിങ്ങളെ പോകാൻ അനുവദിക്കില്ല. ചേട്ടാ, ഓട്ടോ വന്ന്. അതെ വരുന്നു. കവിത കുട്ടി പ്ലീസ് ഒന്നും മനസ്സിലാക്കി ചക്കരെ. എല്ലാ കാര്യങ്ങളും നോക്കിക്കോടെ. അല്ല, എന്താ അച്ഛാ? അച്ഛൻ എന്താ ഇവിടെ? അതെ മോളെ, എന്റെ വോക്കിംഗ് സ്റ്റിക്ക് കാണുന്നില്ല. ഒരുപാട് നേരമായിട്ട് ഞാൻ തപ്പുക. മോളെ ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ മോള് വിളി കേട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് നോക്കാനായിട്ട് ഇറങ്ങിയത്. അച്ഛൻ വാക്കിംഗ് സ്റ്റിക്ക് എന്നും എവിടെയെങ്കിലും വെച്ച് മറക്കും. ഇന്നും രാവിലെ അത് ഹാളിൽ വെച്ച് മറന്നുപോയി. ഞാനാണ് അതെടുത്ത് ഇവിടെ സൂക്ഷിച്ചു വെച്ചത്. ദാ പിടിച്ചോ അച്ഛന്റെ സ്റ്റിക്ക്. എന്നാ ശരി. അയ്യോ അച്ഛാ, അവിടെ ഇരിക്കെ. ഞാൻ അച്ഛനെ കൊണ്ടുപോയി വിടാം. ആ പിന്നെ ഒരു കാര്യം, അച്ഛൻ എവിടെയെങ്കിലും പോണെങ്കിൽ കൂട്ടാരും ഇല്ലാതെ എങ്ങോട്ടും പോവരുത്. വരൂ അച്ഛാ, ഞാൻ അച്ഛനെ കൊണ്ടുപോയി വിട്ടിട്ട് വരാം. വരൂ. അച്ഛാ, ചായ. അല്ല ലഖൻ ചേട്ടാ, സുഖാണോ? ഇതാരാ, സീമയോ? എനിക്ക് സുഖമാണ്. എന്നെ അനുഗ്രഹിക്കണം. എല്ലാം നന്നായി വരും മരുമകളെ. എന്നും സന്തോഷായിട്ടിരിക്കെ. അതെ, നിങ്ങൾക്ക് എത്ര നല്ല മരുമകളെയാ കിട്ടിയത്. ഞങ്ങളുടെ വീട്ടിലും ഉണ്ടോ ഒന്ന്. ഒരു ജോലിയും ചെയ്യില്ല, അറിയോ? ഒരു പേരക്കുട്ടിക്ക് വേണ്ടി 6 വർഷം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു. അത് ശരി. അപ്പൊ പേരക്കുട്ടിയെ കിട്ടിയല്ലേ? അതെ, അതിന്റെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങളൊരു പാർട്ടി വെച്ചിട്ടുണ്ട്.
എന്റെ പേരക്കുട്ടിയുടെ ജന്മദിനത്തിന് നിങ്ങളുണ്ടല്ലോ, എല്ലാവരെയും കൂട്ടി വരണം. അല്ല, ഇതെന്താണ് സീമ? ഈ വീടിന്റെ അവസ്ഥ നിനക്കറിയാവുന്നതല്ലേ. അമിതാണെങ്കിൽ കോളേജിന്റെ കാര്യത്തിൽ ബിസിയാണ്. എല്ലാരും വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും എന്റെ മരുമോള് ഉറപ്പായിട്ടും വരും. നോക്ക് മരുമോളെ, ഇനി ഞാൻ നീ പറയുന്ന ഒരു കാര്യവും കേട്ടില്ല. ഇപ്പോ ലക്കൻ ചേട്ടനും പറഞ്ഞല്ലോ, നീ എന്തായാലും വന്നേ മതിയാകൂ. ശരി ആന്റി, ഉറപ്പായിട്ട് ഞാൻ വരാം. എന്നാ ശരി ലക്കൻ ചേട്ടാ, ഞാനിപ്പോ പോവാണ്. മോളെ, ദാ വരുന്നു അച്ഛാ. മോൾ എന്നെ എന്റെ റൂം വരുന്നത് കൊണ്ടാക്കാമോ? ആ വരൂ അച്ഛാ. പിന്നെ മോളെ, ആ എന്താ അച്ഛാ? അത് പിന്നെ മോളെ, ഈ കട്ടിലിന് താഴെ ഒരു പെട്ടി ഉണ്ടാവും, അതിങ്ങെടുത്തേ. ആ ഇത് തന്നെ മോളെ, ഒന്ന് തുറന്നേ. ശരി അച്ഛാ. അച്ഛാ, ആ ഇതിനും മാത്രം പൈസയോ? ഇത്രയും ആഭരണങ്ങളോ? ഇതൊക്കെ എവിടുന്നാ കിട്ടിയേ? അത് മോളെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് നമ്മുടെ കൃഷിസ്ഥലം വിറ്റിട്ട് കിട്ടിയ കാശാണിത്. എനിക്ക് പ്രായമാവുമ്പോൾ ഉപകരിക്കാന്നാ കരുതിയത്. പക്ഷെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് നല്ല കുട്ടികളെ കിട്ടി, അതുപോലെ നല്ലൊരു മരുമകളെയും കിട്ടി. ഇനിയിപ്പോൾ വാർദ്ധക്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ മോളെ, നിനക്കിഷ്ടമുള്ള എന്തും മേടിച്ചു. കോലിസോ ആഭരണമോ നല്ല ഡ്രസ്സോ, അങ്ങനെ നീ ആഗ്രഹിക്കുന്ന എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോ, കേട്ടല്ലോ. അല്ല കവിത, എപ്പോഴും നിന്നെ കല്യാണം കഴിഞ്ഞേ? ഒരു 3-4 മാസമായി. ഒരു നല്ല ഫാഷന്റെ സാരി കാണിച്ചേ. ഇന്നും വില ചോദിക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ. വില എത്രയാന്നൊന്നും നോക്കണ്ട, നല്ല മെറ്റീരിയൽ ആയിരിക്കണം. അതിനെന്താ, ഇപ്പൊ കാണിച്ചു തരാം. ആ ദേ നോക്ക്, ഇതിന്റെ ഡിസൈൻ ഒക്കെ നോക്ക്. നീ ഇത് എടുത്തോണ്ട് പോയ ആരായാലും നോക്കിപ്പോവും. ഇത് പാക്ക് ചെയ്തേക്ക്. എത്രയാ ഇതിന്? വെറും 2500. ശരി, എടുത്തേക്കാം. ഇന്ന ഊട്ടി ദാ പിടിച്ചു. അച്ഛാ, അച്ഛാ നോക്ക്, ഞാൻ ഇന്ന് എന്തൊക്കെയാ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നെന്ന്. ഇത് കണ്ടോ അച്ഛാ? ഇതാണ് എന്റെ പുതിയ സാരി. പിന്നെ ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇതാണ് എന്റെ പുതിയ വള. തൊട്ട് നോക്കി അച്ഛാ, നോക്ക്. പിന്നെ എന്റെ പുതിയ സെറ്റ്. തൊട്ട് നോക്കി അച്ഛാ, നോക്ക്. അച്ഛാ, ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തില. ഇത് മതി, എപ്പോഴും നീ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കണം. ആ സീമയുടെ വീട്ടിൽ നന്നായിട്ട് ഒരുങ്ങി തന്നെ പോകണം. അവിടെയുള്ള എല്ലാവരും പറയണം നീ ലക്കൻലാലിന്റെ മരുമകളാണെന്ന്. ശരി അച്ഛാ, ഞാൻ ഇന്ന് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് പോകും. എല്ലാരും എന്നെ തന്നെ നോക്കണം. ആഹാ, അച്ഛനോ? ആ മോളിങ് എത്തിയോ? അതെ അച്ഛാ. അല്ല, അച്ഛൻ എനിക്ക് വേണ്ടിയാണോ ഇത്രയും നേരം ഉറങ്ങാതെ കാത്തിരുന്നത്? എന്ത് ചെയ്യാനാ, സീമാന്റി വിട്ടിട്ട് വേണ്ടേ വരാൻ? അതൊന്നും സാരമില്ല, മോള് വാ. അച്ഛൻ ഭക്ഷണമൊക്കെ കഴിച്ചോ? ആ ആഹാരമൊക്കെ കഴിച്ചു, പക്ഷെ മരുന്ന് കഴിച്ചില്ല. വരൂ അച്ഛാ, മുറിയെത്തി. വന്നേ, അങ്ങോട്ടിരുന്നോ. അങ്ങോട്ട് ചെരിഞ്ഞിരുന്നു. ദാ അച്ഛാ, കഴിക്ക് ഗുളിക. ദാ വെള്ളം കഴിക്കച്ചാ.
എന്താച്ചാ വേറെന്തേലും വേണോ? അച്ഛാ, നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റുമോ? അച്ഛാ, നിങ്ങളുടെ കണ്ണ് പോയില്ലേ? അച്ഛാ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിന്നെ കണ്ട അന്ന് തുടങ്ങിയ ഭ്രാന്ത ആ നിമിഷം തന്നെ ഞാൻ വീണുപോയി. ഈ ഭ്രാന്ത് എനിക്ക് അടക്കണം. ആ നിമിഷം തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. നിന്നെ എൻ്റെ രാജേഷിനെ കൊണ്ട് തന്നെ കെട്ടിക്കണമെന്ന്. എങ്കിൽ മാത്രമേ എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റൂ. പക്ഷേ നിന്നെ എനിക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ബുദ്ധി ഉദിച്ചു വന്നത്. നീ വസ്ത്രം മാറുന്നത് മുതൽ നിന്റെ ചലനങ്ങളെല്ലാം ഞാൻ നോക്കി രസിച്ചു. അതാണ് ഈ സൗഭാഗ്യം നഷ്ടപ്പെടുത്തേണ്ട കവിത. ഈ വീട്, ഈ സ്വത്ത്, നമ്മുടെ നിലം എല്ലാം നിന്റെ പേരിലായിരിക്കും. കവിത, കവിത, നീ ഞാൻ തമ്മിലുള്ള ഈ ബന്ധം വേറൊരാളും അറിയാൻ പോകുന്നില്ല. നിനക്കറിയോ എന്റെ അക്കൗണ്ടിൽ എന്തുമാത്രം കാശുണ്ടെന്ന്? അത് മുഴുവൻ ഞാൻ നിനക്ക് തരും. അത് മുഴുവനും തരും. നിന്നെ ഞാൻ റാണിയെപ്പോലെ വാഴിക്കും കവിത, റാണിയെപ്പോലെ വാഴിക്കും. അതെ, ഒരു പ്രാവശ്യം മതി. എന്റെ ആഗ്രഹം കൊണ്ടല്ലേ. നീ എങ്ങോട്ടായി പോകുന്നത്? നീ എത്ര നാൾ ഇങ്ങനെ രാകേഷിനെ കാത്തിരിക്കും? എത്ര മാസങ്ങൾക്ക് ശേഷമാണ് വരുന്നത്? കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി ഭർത്താവില്ലാതെ കഴിയുന്നത്, അതിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും കവിത. കവിത, ഇതൊരാളും അറിയാൻ പോകുന്നില്ല. നമ്മുടെ ഈ ബന്ധം രഹസ്യമായിരിക്കും. ഞാൻ എൻ്റെ എല്ലാ പ്രോപ്പർട്ടി നിന്റെ പേരിൽ എഴുതരാം. അമേത്, വേഗം വാ. ആ ചേട്ടത്തി, ആ ആലു പറാട്ടയോ? ആ, അച്ഛന് വലിയ ഇഷ്ടാന്ന് പറഞ്ഞു. ആഹാ. ആഹാ ചേട്ടത്തി, ആ അടിപൊളിയാണല്ലോ. ചേട്ടത്തിന്റെ കൈപ്പുണ്യം അസാധ്യം തന്നെ. മോളെ, ഒന്നിവിടെ പേര് വന്നേ. ആ, നീ ഇരിക്ക്, ഞാൻ നോക്കാം. ആ ശരി. എന്തായി കാണിക്കുന്നേ? പുറത്ത് ഹാളിൽ അമ്മിത്തിരിപ്പുണ്ട്. അവൻ അവിടെ ഇരുന്നോളി, ഇങ്ങോട്ട് വരില്ല. നീ ടെൻഷൻ ആവാതെ. ഇങ്ങോട്ടെങ്ങാനും വരും. വീടല്ലേ? അവൻ വരില്ലെന്നേ. ആ ചേട്ടത്തി, എനിക്കും എന്റെ ഫ്രണ്ട് റോഹിത്തിന്റെ വീട്ടിലേക്ക് പോണായിരുന്നു. ആ ശരി. കണ്ടോ, അവൻ പോയത് കണ്ടില്ലേ? എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല കവിത. എനിക്കും ഇപ്പൊ ഇതൊരു ശീലമായി മാറി. ഇപ്പൊ രാത്രി ഒറ്റയ്ക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ചേട്ടത്തി, അത് താഴെ എങ്ങനെ പോയി കാണുമോ? ചേട്ടത്തി ഇവിടെ എന്താ ചെയ്യുന്നത്? അവിടെ അടുക്കള എന്തോ കത്തിക്കൊണ്ടിരിക്കുക. ആ, ഞാൻ എന്താ പോവാ. അതെ അച്ഛാ, എന്നാ ഞാൻ ഇറങ്ങാം. ശരി മോനെ. മോളെ, എന്നെ ബാത്റൂമിന്റെ അളവരെ കൊണ്ടുവിടാവോ? ഇതാ വരുന്നച്ചാ. വരൂ. ചേട്ടത്തി ഒരു മിനിറ്റ് വാ അച്ഛൻ, ഞാൻ കൂട്ടിക്കൊണ്ടുപോവാം. ഇന്ന് തൊട്ട് ഞാൻ നിങ്ങളുടെ എല്ലാ കാര്യം നോക്കിക്കോളാം. കോളേജിലെ സെം ഹോളിഡേസ് തുടങ്ങിയില്ലേ, അതുകൊണ്ട് ഇനി ഞാൻ എല്ലാ കാര്യം അച്ഛൻ്റെ നോക്കിക്കോളാം. ഈ അമ്മിത്തിന് എന്തേലും ചെയ്തേ പറ്റൂ. നല്ല വിശപ്പുണ്ടല്ലോ, ചേട്ടത്തിനടുത്ത് ചെന്ന് ചോദിക്കാം. നാണമില്ലേടാ നിനക്ക്? സ്വന്തം ചേട്ടത്തി വസ്ത്രം മാർന്ന് ഒളിഞ്ഞു നോക്കാൻ. അല്ല ചേട്ടത്തി,
നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്ക. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങൾ അതിനെ വിളിക്കാൻ വന്നതാ. ഇനി നിന്റെ ചേട്ടനിങ്ങി വരട്ടെ, ചേട്ടൻ തന്നെ തീരുമാനിക്കട്ടെ ഈ വീട്ടിൽ ഇനി നീ ഉണ്ടാവണോ അതോ ഞാൻ ഉണ്ടാവണോന്ന്. ചേട്ടാ നാണമില്ലേടാ നിനക്ക്? നിന്റെ ചേട്ടത്തെ എടുത്ത് മോശമായിട്ട് പെരുമാറുന്നു. ചേട്ടാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേക്കണ്ട. ഇറങ്ങടാ ഇവിടുന്ന്, ഇറങ്ങടാ അങ്ങോട്ട്. ചേട്ടാ ചേട്ടൻ വിചാരിക്കുന്ന പോലെ അവിടെ ഒന്നും നടന്നിട്ടില്ല. അച്ഛൻ ഞാൻ സത്യമായിട്ടാ പറഞ്ഞ, ഞാൻ അറിയാതെയാണ് ചേട്ടത്തിന്റെ മുറിയിലേക്ക് പോയത്. ഒന്ന് ചേട്ടനോട് പറ അച്ഛാ. അച്ഛാ ദൈവനോട് പറയും ഇവിടുന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ. ഇല്ലെങ്കിൽ ഇന്ന് അവൻ എന്റെ കൈ കൊണ്ട് വേടിക്കും. ഇറങ്ങി പോടാ ഇവിടുന്ന്. നിന്റെ മോന്ത ഇനി കാണരുത് ഇവിടെ. ചേട്ടാ ഇന്ന് നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ എന്നോട് കാണിച്ചതിനെ ഞാൻ എന്തായാലും പകരം ചോദിച്ചിരിക്കും. ഇറങ്ങടാ ഇവിടുന്ന്. നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല.